ഹായ് ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നല്ല, ഒരു ഓംപ്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു 12 മണിയായപ്പം വെറുതെ ഇങ്ങനെ ഒരു തോന്നി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ആഡംബരത്തിൽ നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കി നമുക്ക് വീഡിയോ ആക്കാമെന്ന്. അങ്ങനെ കളർഫുള്ളായിട്ടുള്ള മുട്ട എടുത്തു, പല കളറിലുള്ള മുട്ട. അങ്ങനെ ഞാൻ മുട്ടേനെയൊക്കെ വളരെ സ്ലോ മോഷനിൽ അടിച്ച് പൊടിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 3 മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളേനെയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനെ വളരെ ഭംഗിയിലൊന്ന് അടിച്ച് കലക്കിയെടുക്കാം. ആഹാ, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നമുക്കിനി ഒരു ഫ്രൈ പാൻ ചൂടാക്കാം. ഫ്രൈ പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും സ്ലോ മോഷനിൽ നമുക്ക് ഈ മുട്ട ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്തു. വീണ്ടും അലങ്കാരത്തിൻ്റെ വേറൊരു വേർഷനിലേക്ക് ഞാൻ ഈ ഓംലേറ്റിനെ എത്തിക്കുകയാണ്. ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് ഇനിയൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി 12 മണിക്കാണ് നമുക്ക് ആഗ്രഹം തോന്നുന്നതെങ്കിലും കഴിക്കുമ്പം കുറച്ച് ഭംഗിയായിട്ട് കഴിച്ചാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. പിന്നെ ഞാനൊരു കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനും ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അത് ഈ പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചു. ഒരു 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ട് നമുക്ക് സ്പാച്ചുലയിൽ ഇത് ജസ്റ്റ് വിട്ടു പോരാറായിട്ടുള്ള സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിനെ എടുക്കാം. കാരണം ഞാനിത് 1 സൈഡ് മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ, 2 സൈഡ് കുക്ക് ചെയ്യണില്ല. അപ്പം ഞാനിതിനെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാവ്, സൂപ്പർ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ കഴിക്കുമ്പം അതിലും നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് പിസ്സ കട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള കത്തി കൊണ്ട് ഞങ്ങളതിനെ കട്ട് ചെയ്ത് പിസ്സയാണ് എന്ന് സങ്കല്പിച്ച് ഇതങ്ങോട്ട് കഴിച്ചപ്പോൾ ഉള്ള ഫീല് അടിപൊളിയായിരുന്നു. ടേസ്റ്റ് വൈസൊക്കെ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.